അടുത്തതായി ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് ശ്രീനിധി ശശികുമാർ, അനിത ജയേഷ്. ഹരിയോ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ശ്രീ ഗുരുവായൂരപ്പൻ ഇഷ്ടത്തോഴിനായി ക്രിസ്തുവർഷ 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഭക്തകവിയുടെ കഥ, അത് പൂന്താനത്തിന്റെ കഥ. കൃഷ്ണചിന്തത്തുള്ളുന്ന ഗീതങ്ങളും ഭക്തിചിന്ത പ്രകാശിപ്പിക്കുന്ന കാവ്യങ്ങളും കൊണ്ട് മലയാള മനസ്സുകൾ പ്രചോദിപ്പിച്ച കവി പൂന്താനം. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ എന്ന സ്ഥലത്ത് പൂന്താനത്തിന്റെ ജനനം. ഏറെക്കാലം പൂന്താനത്തിന് മക്കളില്ലായിരുന്നു. ആ ദുഃഖത്തിലും അദ്ദേഹം കൃഷ്ണനിൽ അഭയം നേടി. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ കഴിഞ്ഞു. പൂന്താനത്തിന് ഒരു ഉണ്ണി പിറന്നു. ഉണ്ണിക്കണ്ണനെ പോലെ ഉണ്ണി. പൂന്താനത്തിന് അദ്ദേഹത്തിന്റെ വേലിക്കുമുണ്ടായ സന്തോഷത്തിന് അതിരില്ല. ഉണ്ണിയുടെ ചോറ് അതിഗംഭീരമായി നടത്താൻ തന്നെ അവർ തീരുമാനിച്ചു. ക്ഷണിച്ചവരെല്ലാം വന്നു. രാത്രിയിലായിട്ട് മുഹൂർത്തം. ഉണ്ണി ഒരു ഭാഗത്ത് തുറക്കിയതിനു ശേഷം പൂന്താനത്തിന്റെ ഭാര്യ അതിഥികളെ പറ്റി സ്വീകരിക്കാൻ ഉമ്മറത്തേക്ക് പോയി. ഈ സമയം അതിഥിയായി വന്നൊരു സ്ത്രീ ഉണ്ണിക്കിടന്നുറങ്ങുന്നത് ശ്രദ്ധിക്കാതെ ഉണ്ണിയുടെ മുകളിൽ അലക്ഷ്യമായി ഇട്ടുപോയി. മറ്റൊരു സ്ത്രീ അവരുടെ മേൽമുകളിൽ ഉണ്ണിയുടെ മുകളിൽ ഊന്നിയിട്ടു. ചോറിന് അല്പസമയം മുമ്പ് ഉണ്ണിയെ ഒരുക്കാനെത്തിയ പൂന്താനത്തിന്റെ തുണിക്കെട്ടുകൾക്കിടെ ശ്വാസം മുട്ടിവെച്ച് തന്റെ പൊന്നോടുത്തയാണ് കണ്ണു തുറക്കണമോ. ആ കാഴ്ച കണ്ട് പൂന്താനവും കഴിഞ്ഞുപോയി. പൂന്താനത്തിന്റെ മനസ്സിൽ ആകെ ഒളിച്ചു. ആ ദുഃഖത്തിൽ എഴുതിയതാണെങ്കിലേ ിന്റെ നശ്വരത വെളിവാക്കുന്ന ജ്ഞാനപാന. കണ്ടു കണ്ടും ജനങ്ങളെ അസഹ്യമായ ഉപസരങ്ങൾ സഹിക്കുമ്പോൾ ജ്ഞാനപാന കേൾക്കുന്നത് മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുന്നു. മഹാവിദ്വാനായ ഭട്ടതിക്കും ഭൂതാനനെ അകമേ വൃക്ഷമായിരുന്നു. ഇപ്പോഴെല്ലാം അത് ഭൂതാനനെ പരിഹസിക്കുമ്പോൾ ഭൂതാനത്തിൽ രക്ഷയ്ക്കായി വന്നു. സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നതാണ് ഐതിഹ്യം. നന്ദി, നമസ്കാരം.